കോഴഞ്ചേരിയിലുള്ള കോലത്ത് വീട്ടിലെ ചെറിയ വാഴത്തോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വാഴത്തോപ്പിൻ്റെ പ്രത്യേകത, ഇത് ജൈവ കൃഷിയിൽ, ജൈവ രീതിയിൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത്തവാഴ തോപ്പുകളാണ്. ഇതിലിപ്പോൾ 24 ഏത്തവാഴ ഞാൻ വെച്ചു. ഞാനും എൻ്റെ മകൻ ജീവനും വൈഫ് ജെബി, ഞങ്ങൾ 3 പേരും കൂടാണ് ഇതിൻ്റെ കൃഷി. 24 എണ്ണം വെച്ചതിൽ 22 എണ്ണം ശരിയായി വളർന്നു, 2 എണ്ണം കേടായിപ്പോയി. അതിൽ മിക്കവാറും എല്ലാത്തിനും ഇപ്പോൾ കൂമ്പ് വന്ന് കൊലച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജൈവവളം മാത്രം ഇടുന്നത് കൊണ്ട് വലിയ കൊലകളൊന്നുമല്ല, ചെറിയ കൊലയാണ്. എന്നാലും നല്ല തിരക്കേടില്ലാത്ത കായുണ്ട്. നമ്മളിതിൻ്റെ ഇലകൾ തന്നെ വെട്ടി അത് തീയിലിട്ട് ചാരമാക്കിയാണ് ഇതിനെ വളമായിട്ടിടുന്നത്. പിന്നെ എല്ലുപൊടി ലേശം ഇടാറുണ്ട്. അങ്ങനെയുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു കൊല വേറെ വന്നതാണ്. അതുപോലെ തന്നെ ഇവിടോട്ട് കൊലകളെല്ലാം ഇപ്പോൾ കൂമ്പ് വന്നതാണ്. ഇതെല്ലാം ഏത്തവാഴയാണ്, ഏത്തക്കൊലയാണ്, നാടൻ ഏത്തക്കൊലയാണ് 100%. ഇതെല്ലാം ഈ കൂമ്പൊക്കെ കൂട്ടാൻ വെക്കാനായിട്ട് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. തോരൻ വെക്കാം. ഇതും ഏത്തവാഴ തന്നെയാണ്. ഏത്തവാഴ കൂടാതെ നമുക്ക് സഹസ്രപ്പൂവൻ, നാടൻ പൂവൻ, കൂമ്പിലാക്കണ്ണൻ, തേങ്കാളി, ഇങ്ങനെ മറ്റ് വാഴകളുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊരു സഹസ്രപ്പൂവനാണ്. ഈ സഹസ്രപ്പൂവൻ കൊല ഏതാണ്ട് വിളഞ്ഞ് നിൽക്കുകയാണ്. ഇത് വെട്ടാറായി. ഇവിടെ കിളികളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ കണ്ണിൽപ്പെടാതെ നമ്മളിത് പൊതിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ വിളഞ്ഞ കൊലയാണ്, നമുക്ക് വെട്ടാൻ പാകമായ കൊലയാണ്. നല്ല മധുരമുള്ള സഹസ്രപ്പൂവൻ എന്ന് പറയുന്ന ഇനമാണിത്. ഇതിൻ്റെ ഇലയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കത്തിക്കും. ഇവിടെ ഇട്ട് ഇതൊരു ബേൺ പിറ്റാണ്. ഇവിടെ കത്തിച്ച് അതിൻ്റെ ചാരമാണ് നമ്മൾ ഈ വാഴയ്ക്കൊക്കെ ഇടുന്നത്. അതുകൂടാതെ നമ്മൾ മുള നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മുള നമ്മൾ നട്ടിരിക്കുന്നത്, ഈ മുള വെട്ടി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വാഴയ്ക്ക് നമ്മൾ ഊന്നു കൊടുക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. ഇതൊരു മലഞ്ചെരിവാണ്, അതുകൊണ്ട് എപ്പോഴും കാറ്റ് പിടിക്കും. കാറ്റ് പിടിക്കുന്നത് കൊണ്ട് നമ്മൾ മുള വെട്ടി, മുളയാണ് നമ്മളിതിന് പിന്നെ ഊന്നായിട്ട് കൊടുക്കുന്നത്. ഇതാണ് മുള. ഈ നീളമുള്ള മുള വെട്ടി നമ്മൾ ഈ വാഴക്കുല നിലത്ത് വീഴാതിരിക്കാനായിട്ട് ഊന്നു കൊടുക്കും. അപ്പോൾ ഏത്തവാഴയുടെ കൂടെ നമ്മൾ മറ്റ് ഇടകൃഷികളും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ചെറിയ ഒരു ഫ്രൂട്ട്സിൻ്റെ തോട്ടവും കൂടെ ഉണ്ട്. ജീവ വട ഫ്രൂട്ട്സ് തോട്ടത്തിൽ നമുക്ക് കൂടുതലുമുള്ളത് പപ്പായ ഉണ്ട്. പപ്പായ, വിവിധ തരത്തിലുള്ള പേരകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാഷൻ ഫ്രൂട്ടുണ്ട്, ആത്തയ്ക്ക ഉണ്ട്. ആത്തയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നാടൻ കസ്റ്റേർഡ് ആപ്പിള്, ഇതാണ് ആത്തയ്ക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ് കസ്റ്റേർഡ് ആപ്പിള്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള തെങ്ങ് ഉണ്ട്. ഇത് ഗൗളികാത്രമാണ്. ഇത് കൂടുതലും കരിക്കൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗൗളികാത്രം തെങ്ങാണ്. ഇത് നോനി ഫ്രൂട്ടാണ്. നോനി ഫ്രൂട്ട് എന്ന് പറയും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ഈ നോനി ഫ്രൂട്ട്. ഇത് മുള്ളാത്തയാണ്. ക്യാൻസറിനൊക്കെ വളരെ പ്രയോജനപ്രദമാണെന്ന് പറയുന്ന മുള്ളാത്തയാണത്. ഇത് ശീമപ്പുളി, അത് ചിക്കു ട്രീ, സപ്പോർട്ട,
അതുപോലെ തന്നെ മാവുകൾ, പല വെറൈറ്റി മാവുകളുണ്ട്. നമുക്കിവിടെ ചിക്കു ട്രീ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കു, ചെറിയ ചിക്കു ആയി വരുന്നതേ ഉള്ളൂ. സപ്പോർട്ടായ എന്നും നമ്മൾ പറയാറുണ്ട് ഇതിന്. സപ്പോർട്ടായ നമ്മൾ വീടിനോട് ചേർത്തും തെങ്ങ് നട്ടിട്ടുണ്ട്. അതൊക്കെ 3-ാം വർഷം കായ്ക്കുന്ന സ്പെഷ്യൽ വെറൈറ്റി തെങ്ങുകളാണ്. ഇത് മലേഷ്യൻ കുങ്കുമം എന്ന് പറയുന്ന ഒരു വളരെ റെയറായിട്ടുള്ള ചെടിയാണ്. മലേഷ്യൻ കുങ്കുമം, ഇതാണ് മലേഷ്യൻ കുങ്കുമം. അതിൻ്റെ പൂവാണിത്. ഇത് കോണിഫറസ് ട്രീ, തണുപ്പ് രാജ്യങ്ങളിലൊക്കെയുള്ള കോണിഫറസ് ട്രീ ആണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് വളരെയധികം ഗുണമുള്ള കാൽഷ്യം ശരീരത്തിന് നൽകുന്ന പാഷൻ ഫ്രൂട്ടാണ് അത്. അതുപോലെ തന്നെ വിവിധ ഇനം ചാമ്പകളുണ്ട്. പിന്നെ കുമ്പളങ്ങ, അങ്ങനെ പല. ഇതിനൊന്നും തന്നെ നമ്മൾ രാസവളങ്ങളൊന്നും ഇടാറില്ല. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ ഒരു ചെറിയ മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം. ജോസ് കോലത്ത്.